ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERT സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1955. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955-ലാണ്. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനാ ഭാഗം ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ. ഇത് ഉൾപ്പെട്ടിട്ടുള്ളത് ഭരണഘടനയുടെ പാർട്ട് 4-ലാണ്. ഭാഗം 4-ലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 1976-ലെ 42-ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങൾ അഥവാ കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത് 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? സമ്പാദ്യം, മിതവ്യയശീലം എന്നിവയാണ്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകങ്ങൾ സമ്പാദ്യം, മിതവ്യയശീലം എന്നിവയാണ്. സ്കൂളുകളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന പദ്ധതിയുടെ പേരെന്താണ്? സമ്പൂർണ്ണ. സ്കൂൾ കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന പദ്ധതിയുടെ പേര് സമ്പൂർണ്ണ എന്നാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. 1-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? കാർഷിക മേഖല. 1-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല കാർഷിക മേഖലയാണ്. 2-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? വ്യാവസായിക മേഖലയുമാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? 1950 മാർച്ച് 15-ന്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15-നാണ്. ഒരു ജാറിൽ ഉപ്പ് ലായനിയും ജലവും എടുക്കുകയാണെങ്കിൽ ഉപ്പ് ലായനി ജാറിൻ്റെ താഴെയും ജലം ജാറിൻ്റെ മുകളിലായും സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിനുള്ള കാരണം എന്താണ്? ഉപ്പ് ലായനിക്ക് സാന്ദ്രത കൂടുതൽ ആയതിനാണ്. അതായത് ഒരു ജാറിൽ നമ്മൾ ഉപ്പ് ലായനിയും ജലവും ഒരുമിച്ച് ഒഴിച്ചാൽ ഉപ്പ് ലായനി ജാറിൻ്റെ താഴെയും ജലം ജാറിൻ്റെ മുകളിലായും സ്ഥിതി ചെയ്യുന്നു. ഇതിന് കാരണം ഉപ്പ് ലായനിക്ക് സാന്ദ്രത കൂടുതൽ ആയതിനാലാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന ത്വരണം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഗുരുത്വാകർഷണ ത്വരണം. ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന ത്വരണമാണ് ഗുരുത്വാകർഷണ ത്വരണം. ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും യൂണിറ്റ് എന്താണ്? മീറ്റർ. ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും യൂണിറ്റ് മീറ്ററാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ ആ ചലനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? സമവർത്തുള ചലനം. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ ആ ചലനം അറിയപ്പെടുന്നത് സമവർത്തുള ചലനം എന്ന പേരിലാണ്. ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏതാണ്? 1-ാം ചലന നിയമം. ബലത്തെയും ജഡത്വത്തെയും കുറിച്ച് നിർവചനം നൽകുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം 1-ാം ചലന നിയമമാണ്. ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? വർത്തുള ചലനം. ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനമാണ്
വർത്തുള ചലനം. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വസ്തുവിൻ്റെ മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വസ്തുവിൻ്റെ മാസും വസ്തുക്കൾ തമ്മിലുള്ള അകലവുമാണ്. ചുവരുകളിൽ മഴക്കാലത്ത് വെള്ളം പടർന്ന് ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കേശികത്വം മൂലമാണ്. ചുവരുകളിൽ മഴക്കാലത്ത് വെള്ളം പടരുന്നതിന് കാരണം കേശികത്വം മൂലമാണ്. ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൃഷിരീതി അറിയപ്പെടുന്ന പേരെന്താണ്? സംയോജിത കൃഷിരീതി. ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുള്ള കൃഷിരീതിയാണ് സംയോജിത കൃഷി. സംയോജിത കൃഷിരീതിക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സാധാരണ കൃഷിയും അതോടൊപ്പം കന്നുകാലി വളർത്തലും അതുപോലെ താറാവ് വളർത്തലും മത്സ്യം വളർത്തലും ഒരുമിച്ച് നടത്തുന്നത്, ഇതൊക്കെ സംയോജിത കൃഷിരീതിക്ക് ഉദാഹരണങ്ങളാണ്. എന്തൊക്കെയാണ്? കൃഷിയും അതോടൊപ്പം കന്നുകാലി വളർത്തലും പിന്നെ താറാവ് വളർത്തലും മത്സ്യ വളർത്തലും, ഇതൊക്കെ സംയോജിത കൃഷിരീതിക്ക് ഉദാഹരണങ്ങളാണ്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിള ഏതാണ്? പരുത്തി. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിള പരുത്തിയാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായൊരു പ്രധാന മൂലകം ഏതാണ്? നൈട്രജൻ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു പ്രധാന മൂലകമാണ് നൈട്രജൻ. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചതാരാണ്? നന്ദലാൽ ബോസാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാരാണ്? വീരേശലിംഗം. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞ ആരാണ്? DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? DS കോത്താരിയുടെ വാക്കുകളാണ്. 300 കെൽവിൻ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോ വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകിയാൽ ഇവയുടെ പുതിയ താപനില എത്ര വീതമായിരിക്കും? ജലത്തിൻ്റേത് 301 കെൽവിനും വെളിച്ചെണ്ണയുടേത് 302 കെൽവിനും. 300 K താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോ ജലത്തിനും 1 കിലോ വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകിയാൽ ഇവയുടെ പുതിയ താപനില ജലത്തിൻ്റേത് 301 കെൽവിനും വെളിച്ചെണ്ണയുടേത് 302 കെൽവിനുമായും മാറും. വർഗീകരണത്തിൻ്റെ അടിസ്ഥാന തലം എന്താണ്? സ്പീസിസ് ആണ്. വർഗീകരണത്തിൻ്റെ അടിസ്ഥാന തലം സ്പീസിസ് ആണ്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം ലിപി അച്ചടിച്ചു വന്ന ആദ്യ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. എന്നാൽ മലയാള ലിപി ആദ്യമായി അച്ചടിച്ചു വന്നത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലാണ്. അങ്ങനെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൽ ആദ്യമായി അച്ചടിച്ചു വന്ന മലയാളം വാക്ക് തെങ്ങ് എന്ന വാക്കാണ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചിട്ടുള്ളത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലബാറിലെ സസ്യലതാദികളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ്. ഇനി ചില പനികളും അവയ്ക്ക് കാരണമാകുന്ന രോഗാണുക്കളുമാണ്. മലമ്പനിക്കും കരിമ്പനിക്കും കാരണം പ്രോട്ടോസോവയാണ്. മലമ്പനിക്കും കരിമ്പനിക്കും കാരണം പ്രോട്ടോസോവയാണ്. എലിപ്പനി, മാൾട്ടാപ്പനി എന്നീ പനികൾക്ക് കാരണം ബാക്ടീരിയയാണ്. എലിപ്പനിക്കും മാൾട്ടാപ്പനിക്കും കാരണം ബാക്ടീരിയയാണ്. പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, കുരങ്ങുപനി, സിക്കാപ്പനി, നിപ്പാപ്പനി, ലാസാപ്പനി, വെസ്റ്റ് നൈൽ പനി എന്നീ പനികൾ ഉണ്ടാകാൻ കാരണം വൈറസാണ്. പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, കുരങ്ങുപനി, സിക്കാപ്പനി, നിപ്പാപ്പനി, ലാസാപ്പനി, വെസ്റ്റ് നൈൽ പനി
എന്നീ പനികൾക്ക് കാരണം വൈറസുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്